നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു.ഡി.എഫിന് ചരിത്ര വിജയം. 140-ൽ 102 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് വിജയിച്ചപ്പോൾ എൽ.ഡി.എഫ് വെറും 35 സീറ്റുകളിൽ ഒതുങ്ങി. ഇതാദ്യമായി 3 സീറ്റുകളിൽ വിജയിച്ച എൻ.ഡി.എയും ചരിത്ര നേട്ടം കുറിച്ചു. വലതുതരംഗത്തിൽ ഇടതുകോട്ടകൾ തകർന്നടിഞ്ഞു. സംസ്ഥാനത്ത് ആഞ്ഞുവീശി വലതു തരംഗം. ചരിത്ര ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് അധികാരത്തിലേക്ക്. 140-ൽ 102 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് വിജയിച്ചപ്പോൾ എൽ.ഡി.എഫ് വെറും 35 സീറ്റുകളിൽ ഒതുങ്ങി. ഇതാദ്യമായി 3 സീറ്റുകളിൽ വിജയിച്ച എൻ.ഡി.എ ചരിത്രം കുറിച്ചു. കനത്ത തോൽവിയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായത്. കുത്തക മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷത്തിന് അടിപതറി. മന്ത്രിമാരുൾപ്പെടെ പരാജയം ഏറ്റുവാങ്ങി. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പിന്നിൽ പോയത് അത്ഭുതമുളവാക്കി. അതേസമയം യു.ഡി.എഫിൽ മത്സരിച്ച മുൻനിര നേതാക്കളെല്ലാം വിജയിച്ചു കയറി. മലപ്പുറം ജില്ലയിൽ മുഴുവൻ സീറ്റും യു.ഡി.എഫ് തൂത്തുവാരി. പലർക്കും ലഭിച്ചത് വൻ ഭൂരിപക്ഷം. കെ ശൈലജ ടീച്ചർ, മന്ത്രി എം.വി. രാജേഷ്, എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, മന്ത്രി വി. അബ്ദുറഹ്മാൻ, കെ.ടി. ജലീൽ, വി. ശിവൻകുട്ടി, കെ.വി. ഗണേഷ് കുമാർ, ജോസ് കെ മാണി തുടങ്ങിയവരൊക്കെ തോറ്റു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, ചാത്തന്നൂരിൽ ബി. ഗോപകുമാർ എന്നിവരാണ് വിജയിച്ച എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ. അതേസമയം എൻ.ഡി.എ വിജയം പ്രതീക്ഷിച്ച പാലക്കാട് ഇത്തവണയും അടിപതറി. രമേശ് പിഷാരടി ശോഭാ സുരേന്ദ്രനെ 13,147 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. ബി.ജെ.പി കണ്ണുവച്ച മലമ്പുഴയിലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് ജില്ലയിൽ കോങ്ങാട്, തൃത്താല, ചിറ്റൂർ മണ്ഡലങ്ങൾ എൽ.ഡി.എഫിൽ നിന്ന് യു.ഡി.എഫ് പിടിച്ചെടുത്തു. അതേസമയം പി.കെ. ശശിയെ ഇറക്കി ഒറ്റപ്പാലം പിടിക്കാനുള്ള യു.ഡി.എഫ് നീക്കം ഏറ്റില്ല. ആഞ്ഞുവീശിയ യു.ഡി.എഫ് തരംഗത്തിലും എൽ.ഡി.എഫിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് പാലക്കാട് ജില്ലയിൽ മാത്രമാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.